സ്ത്രീപീഡന കേസുകളിൽ ഈ നാട്ടിൽ രണ്ട് നീതിയാണ്. സർക്കാർ പക്ഷത്തുള്ളവർ എന്തു വൃത്തികേട് കാട്ടിയാലും അവരെ സംരക്ഷിക്കാൻ പോലീസും ഭരണകൂടവുമുണ്ട്. എതിർകക്ഷിയിലുള്ളവർക്കെതിരെയാണ് പരാതിയെങ്കിൽ അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കാതെ വേട്ടയാടും. സംവിധായകനും മുൻ ഇടത് MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ സർക്കാരും പോലീസും വേട്ടക്കാരനൊപ്പമായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ ഏറെ വൈകി. മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതുവരെയും കാത്തിരുന്നു. ഒത്തുതീർപ്പിനും പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമമായിരുന്നു പിന്നീട് കണ്ടത്. എന്നാൽ ഒത്തുതീർപ്പെന്ന അപമാനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ആശയുടെ തുറന്നെഴുത്ത്. ഇടത് സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകളുടെ ഇരട്ടത്താപ്പെന്ന ആക്ഷേപമുയർന്ന സംഭവമായിരുന്നു സംവിധായകനും മുൻ ഇടത് MLA-യും രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ തൊഴിലിടത്തിൽ നിന്നും ഉയർന്ന ഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതി. അതിക്രമം നേരിട്ടത് താനാണെന്ന് വ്യക്തമാക്കി രംഗത്തു വന്നിരിക്കുകയാണ് പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫ്. നിശബ്ദയാകാൻ ഒടുക്കമല്ലെന്ന തലക്കെട്ടിൽ ആശ എഴുതിയ ലേഖനത്തിൽ സർക്കാരിനെയും നിയമ സംവിധാനത്തെയും ഒത്തുതീർപ്പ് സംഘങ്ങളെയും തുറന്നു കാട്ടുന്നു. നവംബർ 23-ന് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. 4 ദിവസം കഴിഞ്ഞ 2 വനിതാ പോലീസുകാർ വന്ന് മൊഴിയെടുത്തതല്ലാതെ ഒന്നുമുണ്ടായില്ല. 2 ആഴ്ചയിലേറെ കഴിഞ്ഞ് ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും FIR രജിസ്റ്റർ ചെയ്തില്ലെന്നാണ് ആശ പറയുന്നത്. ഇതിനിടെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ദുഃഖം രേഖപ്പെടുത്തി. വാഗ്ദാനങ്ങൾ പലതും നൽകി. ഒത്തുതീർപ്പിനായി ശ്രമിച്ചവരോട് ആശയ്ക്ക് പറയാനുള്ളത് ദയവായി തന്നെ ആ അപമാനത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ്. മിണ്ടാതിരിക്കുക എന്നത് തന്റെ അന്തസ്സിനുമേൽ നടക്കുന്ന 2ാമത്തെ അതിക്രമമാണെന്ന് തോന്നിയെന്നും ആശ പറയുന്നു. താനുൾപ്പെടെ WCC കൂട്ടായ്മ സഹപ്രവർത്തക നേരിട്ട ആക്രമണത്തിൽ ശബ്ദമുയർത്തി 9 വർഷങ്ങൾക്കിപ്പുറവും തൊഴിലിടത്തിൽ തനിക്ക് ദുരനുഭവം നേരിട്ടു. തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിനെതിരെ നിയമം പറയുന്നത് തടയൽ, നിരോധിക്കൽ, പരിഹരിക്കൽ എന്നാണ്. ആദ്യത്തെ 2നും കഴിയാത്ത വ്യവസ്ഥിതിക്ക് പരിഹാരം നൽകാനും കഴിയില്ലെന്ന് ആശ ചൂണ്ടിക്കാട്ടുന്നു. സംരക്ഷണത്തിന്റെയോ സുരക്ഷയുടെയോ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദരാകരുതെന്നും തനിക്ക് സഹതാപമല്ല ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും അവർ വ്യക്തമാക്കി. ആശ വനിതാ കമ്മീഷനും പരാതി നൽകിയതായി P സതീദേവി വ്യക്തമാക്കി. കേസിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചില്ലെന്നും പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയതിന്റെ ഒരു കോപ്പിയാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് FIR ഇട്ടു എന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നും അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ PT കുഞ്ഞുമുഹമ്മദിനെ പോലീസ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടിയിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.